പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണല്ലോ. ഇന്ന് 6ാമത്തെ എപ്പിസോഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ എപ്രകാരം എൻ്റെ GBS ഗിലാംബരെ സിൻഡ്രോം കർത്താവിൻ്റെ തിരക്കത്താൽ സുഖപ്പെട്ടുവെന്ന്. ഇനിയും കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് പറയാനുള്ളത്, വീണ്ടും ഒരു ഹൃദയ സൗഖ്യം കിട്ടിയതാണ്. വല്ലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നാഡീടെപ്പ് വരുമായിരുന്നു, അരിത്മിയ എന്ന് പറയുന്ന സുഖേട്. അപ്പോൾ അന്ന് ജോസഫ് ഡോക്ടർ പറഞ്ഞ ആ മരുന്ന് തന്നെ ഞാൻ എടുക്കുമായിരുന്നു, എപ്പോഴും കൈ കാണുമായിരുന്നു, നെയോസ്പിറിൻ. ഇനിയും ഈ രോഗം വന്നപ്പോൾ എൻ്റെ ശരീരം തളർന്നു. നിങ്ങൾക്കറിയാം, എല്ലാം കൊണ്ടും തളർച്ച, ക്ഷീണം ഹൃദയത്തെയും ബാധിച്ചു. ഹൃദയം വളരെ ശുഷ്കിച്ചു, രോഗം വർദ്ധിച്ചു. ആ രോഗത്തിൻ്റെ പേര് ഏഡ്രിയൽ ഫൈബ്രില്ലേഷൻ. ഏഡ്രിയൽ ഫൈബ്രില്ലേഷൻ എന്ന് പറഞ്ഞാൽ ഹൃദയഭിത്തികൾ ശോഷിച്ചു, തടിച്ചു. അതുപോലെ തന്നെ ഹൃദയത്തിലെ രക്തം പമ്പ് ചെയ്യുന്നതൊക്കെ വളരെ സ്ലോ ആയി. അതിന് ഫലമായിട്ട് എനിക്ക് ശ്വാസം മുട്ടൽ വരുമായിരുന്നു. മാത്രമല്ല, എൻ്റെ പൾസ് വർദ്ധിച്ച് 150, ചിലപ്പോൾ 200, ചിലപ്പോൾ 202, 203 ഒക്കെ ആകുമായിരുന്നു. അപ്പോൾ കാർഡിയോളജിസ്റ്റ് പ്രത്യേകമായിട്ട് എന്നെ പരിരക്ഷിക്കുമായിരുന്നു. ഞാനെന്ന് ഒരു ഡോക്ടറെ വീട്ടിൽ, ഡോക്ടർ റിച്ചയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അത് 9 മാസക്കാലം ആശുപത്രി കിടന്നു. ഏറെ ചിലവ് വന്നു. പറഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാനുള്ള പൈസ ചിലവാക്കപ്പെട്ടു. 9 ലക്ഷം യൂറോ എന്ന് പറഞ്ഞാൽ ഒന്ന് ഗുണിച്ച് 9,110,110 കൊണ്ട് അത്രയും പൈസയും മുടക്കി. ഒരു പൈസയും വിഷമായി തീർന്നു. ഈ പൈസ എല്ലാം എൻ്റെ ധ്യാനത്തിൽ സംബന്ധിച്ചവർ തന്നതാണ്. അതുകൊണ്ട് നന്ദിയോടെ ഇന്നും ഞാൻ അവർക്ക് വേണ്ടി വചനം പ്രഘോഷിക്കാനും വരുന്നത്. അവരാ പണം ചിലവാക്കിയില്ലായിരുന്നെങ്കിൽ, കാരണം എനിക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ സഭക്കാർക്ക് പൈസ മുടക്കാൻ പറ്റുമോ, വീട്ടുകാർക്ക് പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇവിടെയെല്ലാം ധ്യാനിപ്പിച്ചു. അവരെല്ലാം ബാങ്കിലേക്ക് അയച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത്, പണം ചിലവാക്കിയത് ഒടിയിൽ തീർന്നു. അപ്പോൾ ഒരു മകനെപ്പോലെ ഈ ഡോക്ടർ റിച്ച് പറഞ്ഞു, എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ നോക്കിയോളാം. അങ്ങനെ ഒരു പ്രൈവറ്റായിട്ടൊരു തെറപ്പിസ്റ്റിനെ വെച്ച് ഞാൻ അവിടെ താമസിക്കുന്ന കാലം. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഈ എൻ്റെ ഹാർട്ടിന് വേണ്ടിയിട്ട് ഓക്സിജൻ വെച്ചിട്ടുണ്ട് എപ്പോഴും അടുത്ത്. എപ്പം വേണമെങ്കിലും ഓൺ ചെയ്താൽ മതി. ഒരു ഹൃദയത്തിൻ്റെ അളക്കാനുള്ള മോണിറ്റർ സംഘടിപ്പിച്ചു. പിന്നെ എപ്പോഴും മരുന്നുകളെല്ലാം ആണെങ്കിൽ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാം എൻ്റെ ബെഡിന് ചുറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ആഴ്ചയിൽ 1 അത് 2 ആഴ്ച കൂടുമ്പോൾ ഇതുപോലെ പെട്ടെന്ന്, രാത്രിയിലായിരിക്കാം പകലായിരിക്കും, സമയമൊന്നുമില്ല, പെട്ടെന്നൊരു ശ്വാസം മുട്ടുള്ള, ശ്വാസം വിമിഷ്ടം, ശ്വാസം എടുക്കാതെ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേനും പൾസ് കൂടും, പൾസ് നോക്കും. പെട്ടെന്ന് കൊണ്ടുവന്ന് അത് ഈ മെഷീനെല്ലാം ഘടിപ്പിക്കും. എനിക്ക് ഓക്സിജൻ തരും. ചിലപ്പോൾ അരമണിക്കൂർ, 1 മണിക്കൂർ, 3-4 മണിക്കൂർ എടുക്കും ഇത് താഴ്ന്നു വരാനായിട്ട്. അതായത് BP, ഹൈ ബ്ലഡ് പ്രഷർ താഴെ വരാൻ. അങ്ങനെ അത് കഴിഞ്ഞു പോകുന്നു. ചിലപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് നേരിട്ട് അഡ്മിറ്റ് ചെയ്യുവാനും അവിടെ ഒബ്സർവ് ചെയ്യാനായിട്ടൊക്കെ. അതിനുശേഷം ഒരു ദിവസം ഉണ്ടായ സംഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ. അത് ദിവ്യകാരുണ്യവുമായിട്ട് ഏറ്റവും അടുത്ത ഒരത്ഭുതം. ഒരു രാത്രി ഒരു 7 മണിയായി സമയം. എൻ്റെ ഈ വിഷമം വർദ്ധിച്ചു ഹാർട്ടിന്. അപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ റിച്ച് വന്ന് നോക്കി, എൻജിൻ മെഷീൻ മോണിറ്റർ നോക്കി. എൻ്റെ പൾസ് 204 205 കിടക്കുന്നു. ആ സമയം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാവുന്ന ഒരു സമയം. അപ്പോൾ ഫോൺ വിളിച്ച് വേറെ 2 ഡോക്ടർമാർ കൂടി വന്നു. ഡോക്ടർ ക്രിസ്റ്റഫർ, അതുപോലെ ഡോക്ടർ ഹെലേന, ഭാര്യയും ഭർത്താവുമാണ്. ആദ്യമൂലയെ നോക്കാനായിട്ട് സഹായിച്ച 2 ഡോക്ടർമാരാണ്. ഓടിയെത്തിയവരും. അപ്പോൾ ഞാനിങ്ങനെ മരണവെപ്രാളത്തിൽ കിടക്കുകയാണ്. ഇവർ പരസ്പരം നോക്കുന്ന കാണാം. എനിക്കറിയാം അവർ പറയുന്നത് ഞാൻ പോക്കാന്നാണ്, മരിക്കുമെന്ന്. അവിടെ ചുറ്റുമുണ്ടാകുന്നവർ കരയാൻ തുടങ്ങി. എനിക്ക് ബോധമുണ്ട്, ബോധമൊന്നും പോയിട്ടില്ല. ഞാനവിടെ ക്ഷമ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ മരണസമയം അടുത്തിരിക്കുന്നു. ഞാൻ മരിക്കുമ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ കുർബാന ചൊല്ലിക്കണം, ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിക്കണം.
ഞാനിവിടെ നിങ്ങളെയൊക്കെ വിഷമിപ്പിച്ചുള്ള ഈ രോഗം വന്നപ്പം എന്നോട് ക്ഷമിക്കണം, ഒത്തിരി ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നു. ഞാൻ പറയുന്നുണ്ടെങ്കിൽ അവരൊന്നും മിണ്ടുന്നില്ല, കരയായിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആധ്യാത്മിക മകളും അതുപോലെ ആധ്യാത്മിക അമ്മയും എൻ്റെ കൂടെ മാലാഹായപ്പോൾ നടക്കുന്ന ഗാബി പെട്ടെന്ന് ചാപ്പലിൽ ചെന്ന്, അപ്പോൾ ഞാൻ അവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഒരു മുറി ചാപ്പലായിട്ട് വീട്ടിലുണ്ടായിരുന്നു. ബിഷപ്പ് അനുവദിച്ചാണ്. രോഗികൾക്കെല്ലാം അങ്ങനെ യൂറോപ്പിലൊക്കെ അനുവദിച്ചു കൊടുക്കും. അവൾ ചെന്ന് ഈശോയെ വച്ചിരിക്കുന്ന കുസ്തോതി എടുത്തുകൊണ്ട് വന്നു. ആ കുസ്തോതിയിലുള്ള ഈശോയെ എൻ്റെ നെഞ്ചിലേക്ക് അവൾ വച്ചു. ആ അനുഭവം എനിക്ക് പങ്കുവയ്ക്കാൻ വാക്കില്ല മക്കളെ. ഈ സമയം ഞാൻ അവരോട് പറഞ്ഞിരുന്നു, എനിക്ക് അന്ത്യകൂരാശ വേണം. അപ്പോൾ ഞങ്ങളുടെ MSFS തന്നെയുള്ള അച്ഛൻ അവിടെ അടുത്തുണ്ടായിരുന്നു, ഒരു പള്ളിയിൽ, ജോയ് ബി ജോയ് എന്ന് പറയുന്ന അച്ഛൻ. ഈ ഡോക്ടറുടെ ഭാര്യ വണ്ടിയായിട്ട് അദ്ദേഹത്തെ വിളിക്കാൻ പോയി, എനിക്ക് രോഗീലേപനം തന്ന് കുർബാന തരാൻ. ഈ നിമിഷത്തിലാണ് അരളിക്ക കുസ്തോതിയിൽ നിന്നെടുത്ത് എൻ്റെ നെഞ്ചിൽ വയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് എൻ്റെ ഹൃദയം തുറന്നു, കണ്ണ് തുറന്നു, എൻ്റെ ആന്തരിക കണ്ണ് തുറന്നു. ഞാൻ കാണുന്ന വലിയൊരു പ്രകാശം ആണ്. ആ പ്രകാശത്തിൽ ഞാൻ കാണുന്നത് മാതാവിനെയാണ്. അന്ന് സെപ്റ്റംബർ 8-ാം തീയതിയാണ് മാതാവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കേണ്ട ദിവസം. മാത്രമല്ല ശനിയാഴ്ചയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ അമ്മയെ കാണുന്നു, സന്തോഷം എൻ്റെ ഹൃദയത്തിൽ. ഞാൻ മാതാവെന്നോ പരിശുദ്ധ കന്യാമറിയുമെന്നല്ല വിളിക്കുന്നത്, അമ്മേ എന്നേ വിളിക്കൂ. കരിസ്മാറ്റിക് ആയ പിന്നാണ് ആ സ്നേഹം എനിക്ക് വർദ്ധിച്ചത് അമ്മയോട്. അമ്മ കൈ രണ്ടും ഇങ്ങനെ മലർത്തി പിടിച്ചിട്ടുണ്ട്. കയ്യെ സൂക്ഷിച്ചു നോക്കിയപ്പം കൈ രണ്ടും മുറിവുണ്ട്. മാതാവിൻ്റെ കൈയല്ലത്, മുഖം മാതാവാണ്, കൈ ഈശോയുടെ ആണെന്ന് എനിക്ക് ബോധ്യം കിട്ടി. അപ്പോൾ അമ്മയും മകനുമുള്ള ബന്ധം, ആഴമായ സ്നേഹബന്ധം എനിക്ക് മനസ്സിലാക്കി തരികയായിരുന്നു പരിശുദ്ധാത്മാവ്. പെട്ടെന്ന് ആ കൈകളിൽ നിന്ന്, ആ മുറിവിൽ നിന്ന് 2 വലിയ ശക്തിയോടെയുള്ള ഒരു പ്രാഭവം, അഥവാ ഒരു വലിയ ലൈറ്റ്, വെളിച്ചം എൻ്റെ നെഞ്ചിലേക്ക് വീശുകയായിരുന്നു. ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞ റേഡിയേഷൻ എന്ന് പറയും. വലിയ പ്രകാശധാര വന്ന് എൻ്റെ ഹൃദയത്തെ തൊടുന്നു, വയറിനെയും തൊടുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല, രോഗിയായപ്പം മുതൽ വയറ്റിൽ പ്രശ്നമായിരുന്നു, ദഹിയിലായിരുന്നു. അപ്പോൾ തെറപ്പി ചെയ്തവരൊക്കെ പറഞ്ഞു, വയറിലെ സെല്ലുകളൊക്കെ ബലം കിട്ടുമ്പം ദഹനക്കേട് മാറുമെന്ന്. എന്നാൽ അതിവിടെ ഈ 2 പ്രകാശം വന്ന് അടിക്കുന്നു. ഇതെല്ലാം 1 സെക്കൻഡ് കൊണ്ട് സംഭവിക്കുന്നതെന്ന് ഓർക്കണമേ. ഞാനൊന്നും കേട്ടില്ല, കണ്ടത് മാത്രം. ആ ദിവ്യ അനുഭവത്തിൽ ആയിരുന്നു. പെട്ടെന്ന് ഞാൻ കേൾക്കുന്നത്, അടുത്തിരിക്കുന്ന ഡോക്ടർ റിച്ചി പറഞ്ഞു 65 എന്ന് പറഞ്ഞാൽ അതെൻ്റെ പൾസാണ്. 206-ൽ നിന്ന് താഴെ എൻ്റെ നോർമലായിട്ടുള്ള നാടിയിടിപ്പിലേക്ക് വന്നു, സൗഖ്യം വന്നു. അതുകൊണ്ടാണ് ഒച്ചത്തിൽ ആ വാക്ക് പറഞ്ഞു 65 എന്ന്. അപ്പോൾ എല്ലാവരും കൈയടിക്കുന്നതും കേട്ടു, കണ്ണു തുറന്നു. ഞാനും മോണിറ്ററെ നോക്കിയപ്പോൾ കാണുന്നു 65 എൻ്റെ സാധാരണയായിട്ടുള്ള നാടിയിടിപ്പാണ്. അവരെല്ലാം എന്നെ മുത്തി, ഉമ്മ വന്നു, അച്ഛാ സുഖമായി. ഞാനും പറഞ്ഞു സുഖമായി, പ്രൈസ് ദ ലോർഡ് എന്ന്. പ്രിയ മക്കളെ പറയട്ടെ, അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഹൃദയത്തിൽ പ്രശ്നമുണ്ടായിട്ടില്ല. അതിനുവേണ്ടി ഒരു മരുന്ന് എടുക്കുന്നില്ല. നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ, ഞാൻ രോഗം കഴിഞ്ഞ് ആദ്യം കാര്യശുപാണി വരുമ്പോഴൊക്കെ എൻ്റെ കൂടെ 2 ഡോക്ടർമാരെപ്പോഴും കാണും. യൂറോപ്പിലും ധ്യാനത്തിന് പോകുമ്പോഴെല്ലാം ഡോക്ടർമാരെല്ലാം പോകത്തില്ല. കാരണം ഈ സംഭവം ഉണ്ടാകുമ്പം ഹാർട്ട് പരിചരിക്കണം. ഒരു ഡോക്ടർ കൂടാതെ പോകാൻ പാടില്ല യാത്രയിൽ എന്നായിരുന്നു എനിക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശം. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ, അതായത് 2017 മുതൽ, 17 സെപ്റ്റംബർ 8 മുതൽ ഇന്ന് വരെ ഇപ്പോൾ ഒരു ഡോക്ടർ എൻ്റെ കൂടെ വരാനില്ല. ഞാൻ എവിടെ പോയാലും യാത്രയ്ക്ക് എൻ്റെ കൂടെ ഈ അമ്മയും മകനും മാത്രം, മാതാവും ഈശോയും. ഒരു പലരും ചോദിക്കും, അച്ഛൻ ഒറ്റയ്ക്കാണോ യൂറോപ്പിന് പോകുന്നത്? യാത്രയെല്ലാം ഒറ്റയ്ക്കാണോ? ഞാൻ പറയും അല്ല, ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് പോവില്ല.
എൻ്റെ കൂടെ ഞാൻ നിന്നോടുകൂടെ അവസാനം വരെ ഉണ്ടെന്ന് പറഞ്ഞ ഈശോ ഉണ്ട്. ഈശോ ഉണ്ടെങ്കിൽ അമ്മയും കൂടെയുണ്ട്. അമ്മയും മകനും ഒന്നിച്ചേ പോകൂ. ഈ അനുഭവമാണ് എനിക്കുള്ളത്. ആഴമായിട്ട് ആ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി അനുഭവിച്ച സമയം അത് എനിക്ക് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴേ അരളിക്കാ തിരിച്ചു കൊണ്ട് വച്ചു. ഇന്നും അതെ എനിക്ക് ആ രോഗം വരാതിരിക്കാൻ കാരണം എൻ്റെ അനുദിന ബലിയും ദിവ്യകാരുണ്യത്തുള്ള ഭക്തിയുമാണ് എന്ന് അത് തുറന്ന് പറയട്ടെ. ഈശോയെ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടും ഈ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ വഞ്ചരിച്ച ഒരു കുരിശ് രൂപം, ഗാഗുൽത്താലെ ബലി, ഇത് മൂന്നും ഒന്നിച്ചു പോകുന്നു. ഓരോ ബലിയിലും നമ്മൾ വായിക്കുന്നുണ്ട് 1 കൊറിന്തോസ് അധ്യായം 11:26 അവിടുത്തെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുമ്പോൾ നാം ഗാഗുൽത്താലെ ബലിയാണ് പ്രഘോഷിക്കുന്നത്. പ്രിയമുള്ളവരെ, അവിടെയാണ് ഹൃദയം തുറക്കപ്പെട്ടത്. അപ്പോൾ അത് ഓർക്കാനാണ് എപ്പോഴും ഞാൻ ഒരു കുരിശുരൂപം കൂടെ കൊണ്ടുനടക്കുന്നത്. അന്ന് എൻ്റെ നൊവിഷ്യു മാസ്റ്റർ പറഞ്ഞ പോലെ എപ്പോഴും ഒരു കുരിശുരൂപം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അത് അമ്മച്ചിയിൽ ഞാൻ കണ്ടും പഠിച്ചതാണ്. അത് എൻ്റെ സ്വഭാവത്തിൽ കലർന്നിരിക്കുന്നു. തലണക്കീഴെ പോലും വയ്ക്കും. അന്ന് നൊവിഷ്യറ്റ് വെച്ച് ഞാൻ ആദ്യ വ്രതമെടുത്തപ്പോൾ പ്രൊവിൻഷ്യൽ അച്ഛനായ കുഴിപ്രേച്ചൻ തന്ന ഒരു കുരിശുരൂപം ഇപ്പോഴും എനിക്കുണ്ട്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് സൂക്ഷിച്ച് എൻ്റെ തലണക്കയുണ്ട്. ഞാനൊരു വിഗ്രഹാരാധനയല്ല നടത്തുന്നത്. അത് വിഗ്രഹമായിരിക്കാം, അതിൽ തന്നെ സമ്മതിച്ചു. ഞാനത് കാണുമ്പോൾ എനിക്ക് വേണ്ടി ക്രൂശിതനായവനെയാണ് മുന്നിൽ കാണുന്നത്. ഗലാത്യർ 3:1. അപ്പോഴേ എൻ്റെ മനസ്സിൽ വരുന്ന ദിവ്യകാരുണ്യം. അവിടെയാണ് ഗാഗുൽത്താ ബലി. ഇത് അനുദിനമാണ്, കഴിഞ്ഞുപോയ ചരിത്രമല്ല, ചരിത്രാതീതമായ ആ സംഭവമാണ്. പ്രിയപ്പെട്ട രീതി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്, അത് വിശുദ്ധ കുർബാനയിലെ ഈശോയെ നിങ്ങൾ അനുഭവിക്കണം. അത് ഗാഗുൽത്താ ബലിയാണ്. അത് ഒരു ചരിത്രമല്ല, അനുസ്മരണയല്ല. പ്രിയപ്പെട്ടവരെ, രക്തരഹിത ബലിയുമല്ല, രക്തമുള്ള ബലിയാണ്. ഇത് എൻ്റെ രക്തം ആകുന്നുവെന്നാണ് ഈശോ അച്ഛനിലൂടെ പറയുന്നത്. ഈശോയുടെ വചനമാണ്, അച്ഛൻ്റെ അല്ല. ആ കുർബാന സമയത്ത് പറയുന്ന ഇതിൻ്റെ രക്തമാകുന്നു, ശരീരമാകുന്നു പറയുന്ന ഈശോയുടെ തന്നെ വചനമാണ്. ആത്മാവിലൂടെ ആ അപ്പത്തെയും വീഞ്ഞിനെയും ശരീരരക്തങ്ങളാക്കി, അത് എൻ്റെ ഭാഷയിലും ശാസ്ത്രജ്ഞന്മാരുടെ ഭാഷയിലും ഹൃദയപേശികളായി, രക്തത്തുള്ളികളായി മാറ്റുന്നത്. ഇത് മറക്കരുത്. ആഴത്തിൽ വിശ്വസിക്കണം മക്കളെ. ആ വിശ്വാസമാണ് ഇന്നും എന്നെ നയിക്കുന്നത്. എപ്പോഴും എൻ്റെ ഹൃദയം ആ ഹൃദയത്തിലാണ്. ആരാധനയ്ക്ക് ആ സക്കാരിയെ നോക്കിയിരിക്കുമ്പോഴും വിശുദ്ധ കുർബാനയിൽ അത് ആ ഈശോയെ കൈകൊണ്ട് തൊടുമ്പോഴുമെല്ലാം ഈ അനുഭവമാണ് എനിക്ക് ഉള്ളത്. ഇത് ഹൃദയംഗമായി ഞാൻ നിങ്ങളുടെ അത് തുറന്ന് പറയുന്നു. ഹാർട്ടിൻ്റെ ഒരു വലിയ രോഗമായിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ മരിക്കേണ്ടതായിരുന്നു. അത് ഏഡിയൽ ഫൈബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർക്കും അറിയാം എത്ര സീരിയസ് ആണ്, ഗൗരവമാണ് എന്ന്. ഇപ്പോൾ ഒരു ഗുളിക പോലുമില്ലാതെ 2017 മുതൽ ഇന്നിപ്പം 25-ലാണല്ലോ, ഞാൻ ശക്തനായിട്ട് എല്ലായിടത്തും ലോകം മുഴുവനും ചുറ്റാൻ നടക്കാൻ കാരണം ഈ സൗഖ്യം കർത്താവ് വിശുദ്ധ കുർബാനയിലൂടെ എനിക്ക് അത് തന്നത് ആണ്. നമുക്ക് ആ ഹൃദയത്തെ കാണാം, ആ ഹൃദയത്തോട് ചേർന്നിരിക്കാം. ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും ശക്തിയുള്ളവരായി തീരാം. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ അടയ്ക്കൂ, കൈകൾ മാറോട് ചേർത്ത് വയ്ക്കൂ. ഈശോയിൽ ഒരു വലിയ സൗഖ്യമാണ് ഞാൻ ഈ മക്കളോട് പങ്കുവച്ചത്. ഈ ദിവ്യകാരുണ്യ അത്ഭുതം കർത്താവിന്റെ ഹൃദയങ്ങളെ തുറക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങനെ ഹൃദയത്തിൽ നിന്നാണ് സംഭവിക്കേണ്ടത്. അങ്ങനെ ഹൃദയം മുറിക്കുമ്പോൾ അത് ദൈവബലിയിലാണ്. അത് ഓർക്കുവാനാണ് ഞങ്ങൾ കുരിശിനെ നോക്കുന്നത്. ഞങ്ങൾ കുരിശാരാധകർ അല്ല, വിഗ്രഹാരാധകർ അല്ല. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗാഗുൽത്തായിൽ അർപ്പിച്ച ബലിയെ സ്മരിക്കുന്നവരും ഓർമ്മയിൽ കൊണ്ടുവന്ന് ഇന്നും അത് ജീവിക്കുന്നവരുമാണ് ഞങ്ങൾ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഓരോരുത്തരെയും അങ്ങേ ഹൃദയത്തിലേക്ക്, ബലിയിലെ ഹൃദയത്തിലേക്ക്, ബലിയിൽ അപ്പവും വീഞ്ഞും മുറിക്കപ്പെടുന്ന
ചിന്തപ്പെടുന്ന നിമിഷത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.